ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എപ്പോഴും തിരക്ക്, എപ്പോഴും ശൂന്യത. എന്തുകൊണ്ട്? അത് ഞാനാണോ? ദൈവത്തിനായി സമയം കണ്ടെത്താൻ കഴിയാത്ത വിധം തിരക്കിൽ, എന്നാൽ അവനില്ലാതെ അത്യന്തം ശൂന്യതയിൽ. മറിയ നല്ല ഓഹരി തിരഞ്ഞെടുത്തു. അത് ആരും അവളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ലൂക്കോസ് 10:42. എനിക്ക് സമയമില്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ പോലും ഇത് പറയുന്നു. എന്നാൽ സത്യം നമുക്ക് സമയമില്ല എന്നതല്ല, മറിച്ച് തെറ്റായ കാര്യങ്ങൾക്കായി നാം സമയം പാഴാക്കുന്നു എന്നതാണ്. മാർത്തയുടെ അവസ്ഥ. യേശു പറഞ്ഞു, മാർത്ത, മാർത്ത, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. ലൂക്കോസ് 10:41. മാർത്ത തിന്മയല്ല ചെയ്തുകൊണ്ടിരുന്നത്, അവൾ നല്ല കാര്യങ്ങൾ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. എങ്കിലും ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം അവൾക്ക് നഷ്ടമായി. ഇന്നും നാം അതുപോലെ തന്നെയാണ്. ജോലിയുടെ തിരക്ക്, ഉത്തരവാദിത്തങ്ങളുടെ തിരക്ക്, ശുശ്രൂഷയുടെ പോലും തിരക്ക്. എന്നാൽ പലപ്പോഴും ദൈവത്തിനായി സമയം കണ്ടെത്താൻ കഴിയാത്ത വിധം നാം തിരക്കിലാണ്. തിരുവെഴുത്തുകളിലെ സമാനമായ സാഹചര്യങ്ങൾ, ഈ പോരാട്ടം വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും. ശിഷ്യന്മാർ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പകരം ഭൗതിക സാഹചര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലൂക്കോസ് 9:12-14 വരെയുള്ള വാക്യങ്ങൾ. സാറ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തേക്കാൾ അസാധ്യതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഉൽപ്പത്തി 18:10-15 വരെ. പത്രോസ് ദൈവഹിതത്തേക്കാൾ മാനുഷിക ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മത്തായി 16:21-23 വരെ. മൂത്ത മകൻ കൃപയെ മറന്ന് തൻ്റെ സേവനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലൂക്കോസ് 15:25-30 വരെ. ഇവരെല്ലാവരും ആത്മാർത്ഥതയുള്ളവരായിരുന്നു. എല്ലാവരും കർമ്മനിരതരുമായിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിന് പകരം അവർ പല കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു. തിരക്കിലാണ്, പക്ഷേ ശൂന്യതയിലാണ്. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ശ്രദ്ധേയമായ ഒരു കാര്യം സംഭവിച്ചു. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. യോഹന്നാൻ 21:3. ഇതൊരു കലാപമായിരുന്നില്ല, മറിച്ച് തനിക്ക് പരിചിതമായ പഴയ കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ അവർക്ക് ഒന്നും ലഭിച്ചില്ല. ഇന്നും എത്ര പേർ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. കഠിനമായി അധ്വാനിക്കുന്നു. ഓരോ നിമിഷവും ഓരോരോ കാര്യങ്ങളാൽ നിറയ്ക്കുന്നു. ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ആത്മീയമായി ശൂന്യമായ വലകൾ, അസ്വസ്ഥമായ ഹൃദയങ്ങൾ, നിലനിൽക്കുന്ന ഫലങ്ങളില്ല. എന്നാൽ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ ഒരു വാക്കിനാൽ എല്ലാം മാറിമറിഞ്ഞു. സമയം പാഴാക്കുന്നതിൻ്റെ അപകടം തിരുവെഴുത്ത് നമ്മെ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. എഫേസ്യർ 5:16. സമയം വെറുതെ കടന്നു പോവുകയല്ല, അത് നിത്യതയ്ക്കായുള്ള ഒരുക്കമാണ്. ദൈവമില്ലാതെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും വെറും പാഴല്ല, അതൊരു വലിയ നഷ്ടമാണ്. വിനയപ്പെടുത്തുന്ന ഒരു സത്യം. ചാൾസ് സ്പർജൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, ദൈവം ഏശാവിനെ വെറുത്തു എന്നതല്ല എൻ്റെ ആശ്ചര്യം, മറിച്ച് അവിടുന്ന് യാക്കോബിനെ എങ്ങനെ ഇത്രത്തോളം സ്നേഹിച്ചു എന്നതാണ്. ദൈവത്തിൻ്റെ സ്നേഹം നാം അത്രമാത്രം അർഹിക്കാത്തതാണെങ്കിൽ എന്തുകൊണ്ടാണ് നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇത്ര കുറഞ്ഞ സമയം മാത്രം നൽകുന്നത്? പ്രധാനപ്പെട്ട ഒരു കാര്യം. മറിയ വ്യത്യസ്തമായ പാത തിരഞ്ഞെടുത്തു. അവൾ യേശുവിൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. അതിൻ്റെ അർത്ഥം പ്രവർത്തിക്കുന്നതിന് മുൻപ് അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുക, പ്രവർത്തിക്കുന്നതിന് മുൻപ് കേൾക്കുക, അധ്വാനിക്കുന്നതിന് മുൻപ് അന്വേഷിക്കുക. ദൈവത്തോടൊപ്പമുള്ള സമയം എന്നത് ഒരൈച്ഛികമായ കാര്യമല്ല, അത് അനിവാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗീയ പിതാവേ, അനേകം കാര്യങ്ങളിൽ മുഴുകി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ അവഗണിച്ചതിനായി ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ തിരക്കിലാണ്, പക്ഷേ പലപ്പോഴും ഉള്ളിൽ ശൂന്യതയാണ്. ഞങ്ങൾ കർമ്മനിരതരാണ്, പക്ഷേ നിന്നിൽ വസിക്കുന്നില്ല. മറിയയെപ്പോലെ നല്ല ഓഹരി തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ സമയം വീണ്ടെടുക്കണമേ. ഞങ്ങളുടെ ശ്രദ്ധയെ പുനഃസ്ഥാപിക്കണമേ.
ശൂന്യമായ വലകളിൽ നിന്ന് അവിടുത്തെ ജീവനുള്ള സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ടുവരണമേ. ഞങ്ങളുടെ ജീവിതം വെറും ബഹളങ്ങളാൽ നിറഞ്ഞതാകാതെ അവിടുത്തെ സാന്നിധ്യത്താൽ നിറഞ്ഞതാകട്ടെ. പിതാവിൻ്റെയും പുത്രനായ യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.